പ്രിയ വിദ്യാർത്ഥികളെ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നെടുക്കുന്ന ടോപ്പിക്ക് ആൽജിബ്രായിക് സ്ട്രക്ചേഴ്സ്. KTU BTech ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് IT വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സിലെ ദാറ്റ് ഈസ് MAT 203 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന സബ്ജക്റ്റിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 ആൽജിബ്രായിക് സ്ട്രക്ചേഴ്സ്. ഇതിലെ ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഗ്രൂപ്പ് തിയറി എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഗ്രൂപ്പ്? ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഒരു സെറ്റ് അറിയണം, ദാറ്റ് ഈ സെറ്റിനെ ഞാൻ G എന്ന് ഡിനോട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ, ദാറ്റ് ഈസ് അതിനെ ഞാൻ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു സെറ്റിനെയും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനെയും ഒന്നിച്ച് പറയുന്നതാണ് ഗ്രൂപ്പ്. പക്ഷേ എന്ത് ചെയ്യണം, കുറച്ച് കണ്ടീഷൻസ് ഈ ഗ്രൂപ്പും കറസ്പോണ്ടിങ് ഈ ഓപ്പറേഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡേഡ് പെയർ ദാറ്റ് ഈസ് G അണ്ടർ ദി സ്റ്റാർ ദിസ് ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് ആ ഓപ്പറേഷൻസ് ഒന്നും കൂടി പറയാം. ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടായിരിക്കണം. ഒരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ടായിരിക്കണം, അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എപ്പോഴും ഒരു നോൺ എംപ്റ്റി സെറ്റും ഒരു ഓപ്പറേഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഗ്രൂപ്പിൽ ഈ സെറ്റിൽ ഈ ഓപ്പറേഷൻ ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ G ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദിസ് ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയണം അവിടെ ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സെറ്റ് ഉണ്ടായിരിക്കും. ഈ സെറ്റിലെ എലമെൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുക. മാത്രമല്ല ഈ ഓപ്പറേഷൻ സം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, G ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ. എന്താണ് G ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ? അല്ലെങ്കിൽ സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം G എന്നുള്ളത് നോൺ എംപ്റ്റി സെറ്റാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ആൾ ഇൻറ്റീജർ Z, G എന്നുള്ള സെറ്റ് ഓഫ് ആൾ ഇൻറ്റീജർ Z എന്നെടുത്തു. ഓപ്പറേഷൻ പ്ലസ് യൂഷ്വൽ അഡീഷൻ, ദാറ്റ് ഈസ് രണ്ട് നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ആ ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ എടുക്കുന്ന G, ഇതാണ് ഞാൻ എടുക്കുന്ന ഓപ്പറേഷൻ സ്റ്റാർ. ഇനി G ഈസ് എ ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെഡിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പുതിയ എലമെൻറ്റും എന്തിലായിരിക്കണം, G തന്നെ ഉണ്ടായിരിക്കണം. ജിയിലുള്ള എലമെൻറ്റ്സ് തന്നെ ആയിരിക്കണം എന്ത്, ഇതിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്ത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കണം, ജിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇവിടെ ഏത് രണ്ട് ഇൻറ്റിജർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഇൻറ്റിജറാണ്. അപ്പോൾ ഇവിടെ എന്താണ്, Z ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജർ ക്ലോസ്ഡ് അണ്ടർ ദിസ് ഓപ്പറേഷൻ യൂഷ്വൽ അഡീഷൻ എന്ന് പറയാം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. എന്തായിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ? G ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ഓപ്പറേഷൻ സ്റ്റാർ. ഇനി ഇത് അല്ലാത്തതിനൊരു എക്സാമ്പിൾ ഏതാ? ഫോർ എക്സാമ്പിൾ, സെറ്റ് ജിയും ദാറ്റ് ഈസ് G ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കാം. ഓപ്പറേഷൻ ഡിവിസിബിൾ ഡിവൈഡഡ് ബൈ, ഇത് ഓപ്പറേഷൻ ആക്കി എടുക്കാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും Z സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജേഴ്സ് ആണ്. ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ എന്ന ഓപ്പറേഷനാണ്. നമുക്കറിയാം
ഇതിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ ഓപ്പറേഷന് വിധേയമാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ എലമെൻസും ഇതിൽ തന്നെയാണെങ്കിലാണ് എന്ത് പറയാം, ജി ഈസ് എ ക്ലോസ്ഡ് അണ്ടർ ദിസ് ഓപ്പറേഷൻ എന്ന് പറയാം. ഞാൻ എന്തെടുത്തു, 1 2 ബിലോങ്സ് ടു സെഡ് എടുത്തു. ദറ്റ് ഈസ് 1 2 രണ്ട് എലമെൻറ്റ്, സെഡിലെ രണ്ട് എലമെൻ്റ് എടുത്തു. നമുക്കറിയാം 2 ഡിവൈഡഡ് ബൈ 1 ദറ്റ് ഈസ് 2 ആണ്. ദറ്റ് ഈസ് 2 ബിലോങ്സ് ടു ഇൻഡിജർ. പക്ഷേ 1 ഡിവൈഡഡ് ബൈ 2 ദറ്റ് ഈസ് നോട്ട് ബിലോങ്സ് ടു സെഡ്. കാരണം 1/2 എന്നുള്ളത് ഒരു ഇൻഡിജർ അല്ല. അപ്പോൾ ഇതിലെ ഏത് എലമെൻ്റ് എടുത്ത് അതിലെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ജി ഈസ് എ ക്ലോസ്ഡ് അണ്ടർ ദിസ് ഓപ്പറേഷൻ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, ജി എന്തായിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. സെക്കൻഡ് പ്രോപ്പർട്ടി ദറ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഞാൻ ഇവിടെ മൂന്ന് എലമെൻ്റ് എടുക്കാൻ പോവാണ്. ലെറ്റ് എ ബി സി ബിലോങ്സ് ടു ജി. ജിയിലുള്ള 3 എലമെൻ്റ് എടുത്തു. നെക്സ്റ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി ദാറ്റ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അഥവാ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം എവിടെ, ഈ ജി എന്ന സെറ്റിൽ. അഥവാ 3 എലമെൻ്റ് എടുത്തു, അതിലെ 2 എലമെൻറ്റിനെ ഈ ഓപ്പറേഷൻ ചെയ്തു. കിട്ടിയ എലമെൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു സിയും ആ ഓപ്പറേഷൻ ചെയ്തു. ഇതിനോട് ഈക്വൽ ആയിരിക്കണം എന്ത്, ബി സ്റ്റാർ സി എന്നുള്ള എലമെൻറ്റിനെ എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യുന്നത്. ദറ്റ് ഈസ് ജി ഈസ് the set G is a associative with the operation star. Okay, next third property, there exists a zero element belongs to G. എന്നാണ് സീറോ എലമെൻറ്റ്, അതിൻ്റെ പ്രത്യേകത പറയേണ്ടത്. എന്താ പറയുന്നത്, തേർഡ് പ്രോപ്പർട്ടി, ജി എന്ന സെറ്റിൽ സീറോ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വേണം. എന്താണ് സീറോ പറയുന്ന എലമെൻറ്റ്, ഈ സീറോ എലമെൻറ്റിനെ ദറ്റ് ഈസ് എ, ഇതിലെ ഏത് എലമെൻ്റ് എടുത്ത് സീറോനെ കൊണ്ട് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും സീറോ എടുത്ത് ഈ എ എന്ന എലമെൻറ്റിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റും എ തന്നെ ആയിരിക്കണം. ദറ്റ് ഈസ് എ സ്റ്റാർ സീറോ ഈക്വൽ ടു സീറോ സ്റ്റാർ എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി. അഥവാ ജിയിൽ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. ആ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, ആ എലമെൻറ്റിനെ ഏതൊരു എലമെൻ്റ് കൊണ്ട് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻ്റ് എന്തായിരിക്കണം, നിങ്ങളെടുക്കുന്ന ആ എലമെൻ്റ് തന്നെ ആയിരിക്കണം. ദറ്റ് ഈസ് ജിയിലെ ഏത് ഒരു എലമെൻറ്റ് എ എടുത്ത് ഈ സീറോ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻ്റ് എന്തായിരിക്കണം, എ തന്നെ ആയിരിക്കണം. ദറ്റ് ഈസ് ഇതിനെ പറയാം എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഈ എലമെൻറ്റിനെ സീറോ അല്ലെങ്കിൽ ഇ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, ദറ്റ് ഈസ് ഞാൻ ഈ സീറോ ഒഴിവാക്കിയിട്ട് ദർ എക്സിസ്റ്റ് ഇ ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. ഇത്തരം ഒരു എലമെൻറ്റ് ഉണ്ടായിരിക്കണം ജിയിൽ. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടി, for all A belongs to G, there exists B belongs to G such that A star B equal to B star A equal to E. എന്താ പറയുന്നത്, ജിയിലെ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് കറസ്പോണ്ടിങ് ജിയിൽ ബി എന്ന ഒരു എലമെൻ്റ് വേണം. എന്താണ് ബി എന്ന എലമെൻറ്റിൻ്റെ പ്രത്യേകത, എ സ്റ്റാർ ബി ചെയ്ത് കഴിഞ്ഞാൽ അഥവാ എയും ബിയും എടുത്ത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻ്റ് എന്തായിരിക്കണം, തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത ഇ എന്ന എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെ എല്ലാ എലമെൻറ്റ്സിനും ജിയിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം. എക്ക് കറസ്പോണ്ടിങ് വേണം, നെക്സ്റ്റ് അടുത്ത എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വേണം, അടുത്ത എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കറസ്പോണ്ടിങ് വേണം. ജിയിലെ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ബി എന്ന ഒരു എലമെൻറ്റ് ഇതിൽ ഉണ്ടായിരിക്കണം.
സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ ആയിരിക്കണം. ഈ 4 കണ്ടീഷൻസ് ഒരു സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഈ സെറ്റ് ഈ വിത്ത് റെസ്പെക്ട് ടു ഈ ഓപ്പറേഷൻ ഈ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് അണ്ടർ ദിസ് ഓപ്പറേഷൻ. ദാറ്റ് ഈസ് ജി ഈസ് കോൾഡ് ഗ്രൂപ്പ് അണ്ടർ ദിസ് ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ അഡീഷൻ ഒരു പ്രോപ്പർട്ടി കൂടി ഞാൻ പറയുകയാണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി, എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അഥവാ എന്താണ്, ഏത് ജിയിലെ ഏത് 2 എലമെൻ്റ് എടുത്ത് ആ 2 എലമെൻ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ, ദാറ്റ് ഈസ് എ സ്റ്റാർ ബി ഈക്വൽ ടു എയുടെയും ബിയുടെയും ഫസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യുക. നെക്സ്റ്റ് ബിനെയും എനെയും ഈ ഓപ്പറേഷൻ ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അബീലിയൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് ആവണമെങ്കിൽ ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഈസ് കോൾഡ് അബീലിയൻ ഗ്രൂപ്പ് എന്ത് ചെയ്യണം, അഡീഷണൽ ഈ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും കൂടിയും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയും. ഈ 5 ദാറ്റ് ഈസ് പ്ലസ് ദിസ് കണ്ടീഷൻ എന്ത് ചെയ്യും, അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡെഫിനിഷനാണ് ഇപ്പോൾ ഡിഫൈൻ ചെയ്ത്. ഒന്നാമത്തേത് എന്താണ് ഗ്രൂപ്പ്, രണ്ടാമത്തേത് എന്താണ് അബീലിയൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കുറച്ച് എക്സാമ്പിൾ ചെയ്യാം, എന്നിട്ട് ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സെമി ഗ്രൂപ്പ്, മോണോയിഡ്, കമ്മ്യൂട്ടേറ്റീവ് മോണോയിഡ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ജി ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ഇൻറ്റിജർ പ്ലസ് എന്നുള്ളത് നമ്മുടെ ഓപ്പറേഷൻ. ദാറ്റ് ഈസ് ഇവിടെ സെഡ് പ്ലസ്. ഇത് ഗ്രൂപ്പാണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ഒന്നാമത്തെ പ്രോപ്പർട്ടി സെഡ് എന്തായിരിക്കണം, ക്ലോസ്ഡ് അണ്ടർ ദിസ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് യൂഷ്വൽ അഡീഷൻ. അഥവാ സെഡിലെ ദാറ്റ് ഈസ് ഏത് 2 ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന എലമെൻറ്റ് ഇൻറ്റിജർ തന്നെയാണോ. ഇൻറ്റിജർ ആണെങ്കിൽ അത് സെഡിലുണ്ടായിരിക്കും, സെഡിലുണ്ടെങ്കിൽ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം എക്സും വൈയും ഇൻറ്റിജർ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എപ്പോഴും ഇൻറ്റിജറാണ് അല്ലേ. -2 -3 ഇത് രണ്ടും 2 എലമെൻ്റ് ആണെങ്കിൽ -2 + -3 ദാറ്റ് ഈസ് -5 അതും എന്താണ്, ഇൻറ്റിജറാണ്. അപ്പോൾ എപ്പോഴും 2 ഇൻറ്റിജർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വൽ അഡീഷൻ ആണ്. ദാറ്റ് ഈസ് ഏത് 2 ഇൻറ്റിജർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റും അഗെയിൻ ഇൻറ്റിജർ ആണ്. Therefore Z is a closed under this operation. Okay, ഇത് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് xy belongs to Z, x plus y also belongs to Z അല്ലേ. Therefore Z is a closed under this operation usual addition plus. രണ്ടാമത്തേത് ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് ആണോ എന്നുള്ളത്. നമുക്കറിയാം ഏത് ഇൻറ്റിജേഴ്സ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അല്ലേ. 2 നമ്പേഴ്സിന് 2 ഇൻറ്റിജേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കൂട്ടാം. ദാറ്റ് ഈസ് 1 + 3 + 5നെ ഫസ്റ്റ് 1 + 3 ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ 5 കൂട്ടാം, അല്ലെങ്കിൽ 1 അവിടെ വെച്ച് 3 + 5 ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, 1 ആഡ് ചെയ്യാം. ഓക്കെ, therefore associative property also satisfies with the set of all integers. That is second property also satisfied. That is for all x, y, z belongs to set of all integer z. Next, third. എന്താണ് തേർഡ് പ്രോപ്പർട്ടി? ദർ എക്സിസ്റ്റ് ഇ ബിലോങ്സ് ടു സെഡ്. എന്താണ് ഇ എന്ന എലമെൻറ്റിൻ്റെ പ്രത്യേകത? ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് പറയുന്നത്? ജിയിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിലും എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആയിരിക്കണം, അതുപോലെ തന്നെ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആയിരിക്കണം. അങ്ങനത്തെ ഒരു എലമെൻ്റ് ഉണ്ടോ?
സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സിൽ ആ ഏതൊരു ഇൻഡിജറിനെയും ഒരു എലമെൻറ്റിനോട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് തന്നെ കിട്ടുന്ന ഒരു ഇൻഡിജർ ഉണ്ടോ? നമുക്കറിയാം 0. ദാറ്റ് ഈസ് 0 ബിലോങ്സ് ടു സെഡ്. 0 ഒരു ഇൻഡിജറാണ്. എന്താണ് 0യുടെ പ്രത്യേകത? 0യുടെ കൂടെ ഏത് എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0 പ്ലസ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 0 ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സെഡ്. 0 എന്ന ഇൻഡിജറിൻ്റെ കൂടെ ഏതൊരു ഇൻഡിജർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻഡിജർ തന്നെയാണ് കിട്ടുക. ദെയർഫോർ 0 ആക്ട് ആസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് സെഡ് വിത്ത് യൂഷ്വൽ അഡീഷൻ. ഓക്കെ, ദെയർഫോർ 0 എന്നുള്ള ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ഇൻവേഴ്സ് എലമെൻറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഫോർത്ത് പ്രോപ്പർട്ടി. ഫോർ ഓൾ എ ബിലോങ്സ് ടു G, there exists B belongs to G such that A star B equal to B star A equal to A. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻറ്റ്. ഇൻവേഴ്സ് എലമെൻറ്റ് അഥവാ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ ആണെങ്കിൽ എനെ ബിയുടെ ഇൻവേഴ്സ് എന്നും ബിനെ എയുടെ ഇൻവേഴ്സ് എന്നും. ദാറ്റ് ഈസ് എ ബിയുടെ ഇൻവേഴ്സ് ആയിരിക്കും, ബി എന്തായിരിക്കും? എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതൊരു എലമെൻറ്റ് ജിയിലെ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും കറസ്പോണ്ടിങ് ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എപ്പോഴാണ് ഇൻവേഴ്സ് എന്ന് പറയാം? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഈക്വൽ ടു തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. ഓക്കെ, ദാറ്റ് ഈസ് തേർഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ ചെക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തു? ഏതൊരു എലമെൻറ്റ് ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സെഡ് there exists minus x belongs to z. അല്ലേ? ഏതൊരു എലമെൻറ്റ് സെഡിലെ ഏതൊരു എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ട് ഒരു മൈനസ് സെഡ് മൈനസ് എക്സ് സെഡിലുണ്ടായിരിക്കും. എന്നതിൻ്റെ പ്രത്യേകത? എക്സ് പ്ലസ് മൈനസ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അല്ലേ? 1 എടുത്തു കഴിഞ്ഞാൽ -1 ഉണ്ട്, 2 എടുത്തു കഴിഞ്ഞാൽ -2 ഉണ്ട്, അല്ലേ? 3 എടുത്തു കഴിഞ്ഞാൽ -3 ഉണ്ട്. അപ്പോൾ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ നെഗറ്റീവ് ഇൻഡിജർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ 2 ഇൻഡിജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 0 കിട്ടും. ദാറ്റ് ഈസ് ഈ 4 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ G is a group under this addition, usual addition. ഓക്കെ, ഇനി അബീലിയൻ ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാം. എന്നാണ് അബീലിയൻ ഗ്രൂപ്പ് ആവേണ്ട പ്രത്യേകത? A star B equal to B star A. A star B equal to B star A. For every AB belongs to Z, that is belongs to G, A star B that also equal to B star A. Okay. ഈ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൻ്റെ കേസ് നമുക്കറിയാം ഏത് ഇൻഡിജേഴ്സും നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ വേണമെങ്കിലും കൂട്ടാം, അല്ലേ? 1 + 2 = 2 + 1, 1 + 3 = 1 + 3 = 3 + 1. അപ്പോൾ ഏത് എലമെൻസിനെയും ഏത് ഇൻഡിജേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ഇല്ല, എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, ദെയർഫോർ 5ാമത്തെ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 5th പ്രോപ്പർട്ടി. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു സെറ്റ് ഓഫ് ആൾ ഇൻഡിജർ സെഡ് x + y = y + x. ദെർഫോർ 4 + 1 പ്രോപ്പർട്ടി, 5 പ്രോപ്പർട്ടീസും ഈ Z എന്ന സെറ്റും ഈ ഓപ്പറേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ ഇതെന്താണ്? അബീലിയൻ ഗ്രൂപ്പാണ്. ഇത് അബീലിയൻ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എന്ന് മാത്രമല്ല എക്സ്ട്രാ ഈ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? അബീലിയൻ ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. ജി എന്ന സെറ്റ് ഞാൻ എടുക്കുന്നത് ജി എന്ന സെറ്റ് -1 1 0 -1 1 0. ഓപ്പറേഷൻ യൂഷ്വൽ അഡീഷൻ, തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്ത യൂഷ്വൽ അഡീഷൻ. ഇത് ഗ്രൂപ്പ് ആണോ? ഫസ്റ്റ് 1ാമത്തെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം, ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 1 പ്ലസ് ഏത് 2 എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എഗൈൻ എന്ത് ചെയ്യണം? ഈ എലമെൻറ്റ് ഈ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഞാൻ 1 പ്ലസ് -1 ദാറ്റ് ഈസ് 0 ആണ്. 1 പ്ലസ് 0 ദാറ്റ് ഈസ് 1 ആണ്. നെക്സ്റ്റ് -1 പ്ലസ് 0 അത് -1 ആണ്.
നെക്സ്റ്റ് 1 + 1 ദാറ്റ്സ് ഈക്വൽ 2 ആണ് അല്ലേ. ഇതിലെ എലമെൻ്റ് എടുത്ത് വീണ്ടും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടി. പക്ഷേ 2 എന്തില്ല, ഈ സെറ്റിലില്ല. ദെയർഫോർ ഇതെന്തല്ല, ഗ്രൂപ്പ് അല്ല. അപ്പോൾ ഏത് എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും 1 - 1 അല്ലെങ്കിൽ -1 + -1 അല്ലേ, സെയിം എലമെൻ്റ് തന്നെ എടുത്തു. രണ്ടും ആഡ് ചെയ്യുമ്പോൾ -2 ആണ് കിട്ടുക. -2 ഈ സെറ്റിലില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഓപ്പറേഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ദറ്റ് ഈസ് -1 1 സെറ്റ് -1 1 എടുത്തു. ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു. ഇത് ഗ്രൂപ്പാണോ? ചെക്ക് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ. ദറ്റ് ഈസ് രണ്ട് എലമെൻറ്റ്സേ ഉള്ളൂ. ദറ്റ് ഈസ് 1 × 1 ദറ്റ് ഈസ് 1. 1 × -1 ദറ്റ്സ് ഈക്വൽ ടു -1. നെക്സ്റ്റ് -1 × -1 ദറ്റ് ഈസ് അഗെയിൻ 1 അല്ലേ. ഇവിടെ ഏത് രണ്ട് എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അല്ല, സെയിം റിപ്പീറ്റ് ചെയ്ത നമ്പർ ദറ്റ് ഈസ് 1 × 1 -1 × -1 1 × -1 എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന എലമെൻറ്റ് ഈ സെറ്റിൽ തന്നെയുണ്ട്. ദെയർഫോർ ദ സെറ്റ് എ ഈക്വൽ ടു -1 1 ആൻഡ് ഓപ്പറേഷൻ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എ സ്റ്റാർ എന്താണ്, സോറി എ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഇതെന്താണ്, ക്ലോസ്ഡ് അണ്ടർ ദിസ് ഓപ്പറേഷനാണ്. രണ്ടാമത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൾസോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇല്ലേ. ചെക്ക് ചെയ്താൽ മനസ്സിലാവും. മൈനസ് ഇവിടെ രണ്ട് എലമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ല. 3 എലമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇങ്ങനൊരു എലമെൻറ്റ് ഉണ്ടോ എന്നാണ്. ദറ്റ് ഈസ് ഏതൊരു എലമെൻറ്റിനെ കൊണ്ട് ഇതിലെ ഒരു എലമെൻറ്റ് ഗുണിച്ച് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് കിട്ടുന്നുണ്ടോ. നമുക്കറിയാം E = 1 ആണ്. കാരണം എന്താ, 1 × E ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ് അല്ലേ. -1 × E ദാറ്റ്സ് ഈക്വൽ ടു -1 ആണ്. കാരണം എന്താണ്, 1 × 1 = 1 ആണ്. -1 × 1 = -1 ആണ്. Therefore E = 1 act as identity element. ഓക്കെ, നെക്സ്റ്റ് ഇൻവേഴ്സ് എലമെൻറ്റ്. 1ൻ്റെ ഇൻവേഴ്സ് എന്താ, 1നെ ഏതോ ഒരു എലമെൻറ്റോട് ഗുണിക്കുമ്പോൾ 1 കിട്ടണം. ആ എലമെൻ്റ് ഏതാണ്, 1 അല്ലേ. ദാറ്റ് ഈസ് എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ A * B = B * A = A കിട്ടണം. ഇവിടെ E എന്തായിരുന്നു, 1 ആയിരുന്നു. അപ്പോൾ 1നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1 കിട്ടുന്നത്, 1. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് 1 ആണ്. നെക്സ്റ്റ് -1ൻ്റെ ഇൻവേഴ്സ് -1 തന്നെ അല്ലേ. ദാറ്റ് ഈസ് -1 × -1 ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. അപ്പോൾ ഇതെന്താണ്, ക്ലോസ്ഡ് ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആൾസോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം 2 എലമെൻറ്റേ ഉള്ളൂ. -1 × 1 = 1 × -1. അപ്പോൾ ഇതെന്താണ്, ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് അണ്ടർ ദിസ് യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത കാര്യങ്ങൾ എന്താണ് ഗ്രൂപ്പ്, എന്താണ് അബിലൈൻ ഗ്രൂപ്പ്, 2 3 എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായി മനസ്സിലാക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ പുറകോട്ടുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഓർഡറിലല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക് എടുത്ത് ഇതിൻ്റെ പുറകോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോണോയിഡ് എന്താ, സെമി ഗ്രൂപ്പ് എന്താ, അതുപോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഇത് ഇത്രയും തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൻ്റെ അങ്ങോട്ടുള്ള ടോപ്പിക്ക് പഠിച്ചു പോകാം. ഓക്കെ, ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.